സ്റ്റീഫൻ സ്പീൽബർഗ് എന്ന ബ്രഹ്മാണ്ഡ സംവിധായകന്റെ മറക്കാനാകാത്ത ഒരു മനോഹര സിനിമയാണ് ദ ടെർമിനൽ. ഈ സിനിമയ്ക്ക് കുറേയൊക്കെ പ്രചോദനമായത് മെഹ്റാൻ കരീമി നാസറിയുടെ 18 ഇയേഴ്സ് ഓഫ് സ്റ്റേ എന്ന ബുക്കാണ്. സിനിമയിൽ പറയുന്നത് കരാക്കോസിയ എന്ന രാജ്യത്ത് നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വരുന്ന ഒരു യാത്രക്കാരന്റെ അവസ്ഥയാണ്. ടോം ഹാങ്സ് ആണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. തന്റെ രാജ്യത്ത് ഒരു അട്ടിമറി നടക്കുന്നു. അതോടെ ആ പാസ്പോർട്ട് വാലിഡിറ്റി ഇല്ലാതെയാകും. അങ്ങനെ പുറത്തിറങ്ങാൻ വയ്യാതെ തിരികെ പോകാനും വയ്യാതെ ആ എയർപോർട്ട് ലോഞ്ചിൽ അയാൾ താമസിക്കുകയാണ്. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു കഥയാണെങ്കിലും മെഹ്റാൻ കരീമി എന്ന ഇറാനിയൻ അഭയാർത്ഥിയുടെ ജീവിതം അതുപോലെ തന്നെയായിരുന്നു. 1988 മുതൽ 2006 വരെ പാരീസിലെ ഷാർലെ ഡിഗോൾ വിമാനത്താവളത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു രാജ്യത്തേക്കും പോകാൻ കഴിയില്ലായിരുന്നു. വിമാനത്താവളത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു എയർപോർട്ട് ബെഞ്ചിൽ ഉറങ്ങുക, പത്രം വായിക്കുക, അവിടെ വരുന്ന യാത്രക്കാരുമായി സംസാരിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ദിവസേനയുള്ള ജീവിതം. ഇറാൻകാരനായ പിതാവിനും സ്കോട്ട്ലൻഡുകാരിയായ മാതാവിനും ജനിച്ച മെഹ്റാൻ കരീമി പണ്ട് ഷാ മുഹമ്മദ് റിസ പഹ്ലവിയുടെ ഭരണകൂടത്തിനെതിരായ വിപ്ലവത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാജ്യഭ്രഷ്ടനാവുകയായിരുന്നു. 1972 പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം കരീമിയെ അവിഹിത സന്താനം എന്നാരോപിച്ച് ആദ്യം പുറത്താക്കി. അയാൾ നേരെ പോയത് ഇംഗ്ലണ്ടിലേക്കാണ്. 2 വർഷം കഴിഞ്ഞ് അയാൾ ഇറാനിലേക്ക് മടങ്ങി വന്നു. അപ്പോഴാണ് ഷാ ഭരണത്തിനെതിരെ ഇറാനിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊള്ളുന്നത്. ആ പ്രതിഷേധക്കാർക്കൊപ്പം പ്രകടനത്തിൽ കൂടിയ കരീമി ജയിലിലാവുകയും ചെയ്തു. ഒടുവിൽ പൗരത്വം റദ്ദാക്കപ്പെട്ട അയാളെ ആ രാജ്യത്ത് നിന്നും പുറത്താക്കി. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾക്ക് മുന്നിൽ അഭയത്തിനായി അയാൾ കാത്തുനിന്നിരുന്നു. ഒടുവിൽ കരീമിയുടെ അപേക്ഷ ബെൽജിയത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത്. 1981 അഭയം നൽകാമെന്ന് ബെൽജിയം സമ്മതിച്ചു. പിന്നീട് കരീമി ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. എന്നാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അയാളുടെ യാത്രാരേഖകൾ, പാസ്പോർട്ട് അടക്കം മോഷണം പോയി. പക്ഷേ എങ്ങനെയോ അയാൾ ഫ്രാൻസിലെ ചാൾസ് ഡിഗോലെ വിമാനത്താവളത്തിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കുള്ള വിമാനത്തിൽ കയറിക്കൂടി. പക്ഷേ ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മെഹ്റാൻ അപ്പോഴേക്കും രാജ്യവും രേഖയും ഒന്നുമില്ലാത്ത ഒരാളായി മാറിയിരുന്നു. അധികൃതർ അടുത്ത വിമാനത്തിൽ അയാളെ ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചയച്ചു. 1988 ആഗസ്റ്റ് 26 പേരും രാജ്യവും അടയാളപ്പെടുത്താൻ ഒരു രേഖയുമില്ലാതെ വന്നിറങ്ങിയ മെഹ്റാൻ കരീമി ചാൾസ് ഡിഗിലെ വിമാനത്താവളത്തിന്റെ ഡിപ്പാർച്ചർ ലോഞ്ചിൽ ഇരിക്കുകയായിരുന്നു. യാത്രാരേഖകൾ ഒഴികെയുള്ള അയാളുടെ ലഗേജുകളും അവിടെ ഉണ്ടായിരുന്നു. ആ ഇരിപ്പ് കരീമി തുടർന്നുകൊണ്ടേയിരുന്നു. എപ്പോൾ വേണമെങ്കിലും പുറപ്പെട്ടേക്കാവുന്ന ഒരു യാത്രക്കാരനെ പോലെ ഓരോ ദിവസവും അയാൾ കാത്തിരുന്നു. അതിരാവിലെ യാത്രക്കാരുടെ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പായി അയാൾ വിമാനത്താവളത്തിലെ ബാത്റൂമിൽ കയറി കുളിച്ച് വസ്ത്രങ്ങൾ മാറി ലഗേജിന്റെ അടുത്ത് വന്നിരിക്കും. ആദ്യം ഇത് ഒരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു. ആ സമയത്ത് വാർത്തകളുടെ തലക്കെട്ടുകളിലും അയാൾ സ്ഥാനം പിടിച്ചു. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ മെഹ്റാന്റെ കഥ എല്ലാവരും മറന്നു തുടങ്ങി. പക്ഷേ ആ എയർപോർട്ടിന്റെ ഒരു ഭാഗമായി അയാൾ മാറി. ഭക്ഷണത്തിന് അയാൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്നു. യാത്രക്കാർ നൽകുന്ന ഫുഡ് കൂപ്പണുകളും അത്യാവശ്യം പണവും അയാൾക്ക് കിട്ടി. കത്തുകൾ ആ പുതിയ മേൽവിലാസത്തിൽ കിട്ടാനും തുടങ്ങി. അതിനിടയിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ക്രിസ്ത്യൻ ബോർഗെ മെഹ്റാനു വേണ്ടി നിയമ പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു. വീണ്ടും അയാളെ തിരിച്ചെടുക്കാമെന്നും ഒരു സാമൂഹിക പ്രവർത്തകന്റെ നിരീക്ഷണത്തിൽ മെഹ്റാൻ കഴിയണം എന്നുമുള്ള ബെൽജിയം സർക്കാരിന്റെ നിർദ്ദേശം അയാൾ സ്വീകരിച്ചില്ല. പിന്നെയും എയർപോർട്ടിൽ ആ കാത്തിരിപ്പ് തുടരുകയായിരുന്നു. 1999 സെപ്റ്റംബർ 17 നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ മെഹ്റാൻ ഇറാൻ പൗരനാണെന്നും ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും പോകാമെന്നുമുള്ള വിധി സംഘടിപ്പിക്കാൻ അഡ്വക്കേറ്റിന് സാധിച്ചു. പക്ഷേ വർഷങ്ങളായി താൻ ഉറങ്ങുകയും ഉണരുകയും ചെയ്ത വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനൽ വിട്ടു പോകാൻ അയാൾ തയ്യാറായില്ല. പിന്നീടാണ് വിമാനത്താവളത്തിൽ അയാളെ നിരീക്ഷിച്ചിരുന്ന ഡോക്ടറും അത് മനസ്സിലാക്കുന്നത്. മെഹ്റാൻ കരീമിയുടെ മനസ്സിന്റെ താളം തെറ്റിയിരുന്നു. അയാൾക്ക് കഴിഞ്ഞ പല കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല. 2006 ജൂലൈയിൽ അസുഖബാധിതനായി മെഹ്റാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. പിന്നീട് ഭവനരഹിതരായ ആളുകളെ താമസിപ്പിക്കുന്ന ഫ്രാൻസിലെ ഒരു അഭയ സങ്കേതത്തിലേക്ക് അയാളെ മാറ്റി പാർപ്പിച്ചു. 16 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതേ എയർപോർട്ടിൽ മടങ്ങിയെത്തി. എന്നാൽ 2 മാസങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലം മരിക്കുകയും ചെയ്തു.